കാരുണ്യവാനായ എൻ്റെ ഈശോയെ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു. എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ. ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ. എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയുടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ. ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കെണികളും ഭേദിക്കുവാനും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ. എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ. ആമേൻ. 119 സങ്കീർത്തനം. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടുനടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധിയിലെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടർന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണത്തെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ. ഇന്നത്തെ വചനം. ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച വിധവയെ നോക്കി യേശു ഇപ്രകാരം പറഞ്ഞു: ഈ വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസ് 12:44. സമൃദ്ധിയിൽ നിന്ന് ഇഷ്ടമുള്ളത് നൽകുന്നത് സംഭാവനയാണ്. എന്നാൽ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളത് മുഴുവൻ നൽകുന്നത് സമർപ്പണമായി മാറുന്നു. എല്ലാറ്റിൻ്റെയും ഉടയവനായ കർത്താവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവികാരുണ്യമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ